ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ടോ? അഥവാ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവരെ എങ്ങനെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏകദേശം 3 പോയിൻ്റാണ് പറയുന്നത്. ഈ 3 പോയിൻ്റ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുള്ള ആ ഒരു വ്യക്തികൾ അവരായിട്ട് തന്നെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ അവർ ഫസ്റ്റ് പോയിൻ്റ് ഈസ് സോഷ്യൽ മീഡിയ യൂസേജ് ആണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ? അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ എപ്പോഴും സന്തോഷത്തിലിരിക്കുക. ഈ സാഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഈ ബ്രേക്കപ്പ് സ്റ്റാറ്റസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടാതിരിക്കുക. എപ്പോഴും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഇതൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാം. ബീച്ചിൽ, ഫിലിമിന്, പാർക്കിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പോകാം. എന്നിട്ട് അവിടെ പോയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഇടുക. അതേപോലെ തന്നെ ഇടയ്ക്ക് ഫിലിമൊക്കെ കാണാൻ വേണ്ടി പോകുക. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇട്ടിട്ട് പോയ വ്യക്തികളുണ്ടല്ലോ അവരെ കാണിക്കുക. ഇപ്പോൾ കുറച്ച് ആളുകളുടെയും ഡൗട്ടായിരിക്കും, അവരെന്നെ ബ്ലോക്ക് ചെയ്തല്ലോ, പിന്നെ ഞാൻ എങ്ങനെ കാണിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ തന്നെ ഇടുക. എന്താണെങ്കിലും നിങ്ങൾക്കും അവർക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ, ഈ ബ്രേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ. അവരിപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്താലും ഈ ഫ്രണ്ട്സായിട്ട് അത് സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ എടുത്തിട്ട് എന്താണെങ്കിലും അവരെ കാണിച്ചു കൊടുക്കും. നോക്ക്, അവനിപ്പോൾ എത്ര സന്തോഷവാനാ അല്ലെങ്കിൽ അവളിപ്പോൾ എത്ര ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ട് എന്താണെങ്കിലും നിങ്ങളുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറീസ് ഒക്കെ അവരുടെ അടുത്ത് ഈ ഫ്രണ്ട്സ് എത്തിച്ചോളും. അതുകൊണ്ട് മാക്സിമം നല്ല സന്തോഷത്തിലുള്ള അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള സ്റ്റാറ്റസുകളും സ്റ്റോറീസും മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ആണ്. അതായത് നിങ്ങൾക്കും അവർക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ. ഈ ഫ്രണ്ട്സ് എന്താണെങ്കിലും നിങ്ങളുടെ കുറേ അധികം കാര്യങ്ങൾ അവരോടും ഷെയർ ചെയ്യും. സോ ഇടയ്ക്ക് കുറേ നാൾ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതായത് സ്റ്റാറ്റസും സ്റ്റോറീസും ഒന്നും നിങ്ങൾ ഇടാതിരിക്കുക. അപ്പോൾ നിങ്ങൾ എവിടെയാണ് അല്ലെങ്കിൽ ഇപ്പം എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ആകാംക്ഷയിൽ നിങ്ങൾ ഇട്ടിട്ട് പോയ ആ ഒരു കുട്ടി എന്താണെങ്കിലും നിങ്ങളുടെ കാര്യം അന്വേഷിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുകയാണ്, എനിക്കറിയില്ല, ഞാനും അവനും അല്ലെങ്കിൽ ഞാനും അവളൊന്നുമായിട്ട് ഇപ്പോൾ അധികം കോണ്ടാക്റ്റ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് വീണ്ടും ക്യൂരിയോസിറ്റി ആകും. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റാറ്റസ് കിട്ടായിരുന്നല്ലോ, ഇതിപ്പോൾ എവിടെയാണ്, എന്താണ് പറ്റിയത് എന്നറിയാൻ ഉള്ളൊരു ആകാംക്ഷ കൂടും. അപ്പോൾ ബ്ലോക്ക് ആക്കിയവർ തന്നെ അൺബ്ലോക്ക് ആക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ തന്നെ ഇടുക. എന്നിട്ട് പെട്ടെന്ന് 1 അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്താണെങ്കിലും അവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. അവരന്വേഷിച്ചില്ല എങ്കിൽ നിങ്ങളുടെയും അവരുടെയും കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഈ കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും അവരോട് പറയുന്നുമുണ്ടാകും. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ അങ്ങോട്ട് നിർത്തി എന്നറിയുമ്പോൾ ഇവർക്കൊക്കെ തന്നെ ഡൗട്ടാവും, നിങ്ങളിത് എവിടെ പോയി, എന്താണ് പറ്റിയത് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇട്ടിട്ട് പോയ വ്യക്തി നിങ്ങളെ അന്വേഷിച്ച് വരാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റ് ആണ്. അതായത് പേര് പോലെ തന്നെ നിങ്ങളും അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും വേണ്ട. കുറേ ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ബ്രേക്കപ്പൊക്കെ ആയതിനു ശേഷം കുറേ കരയുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന സ്റ്റാറ്റസും സ്റ്റോറീസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും സങ്കടമോ അല്ലെങ്കിൽ വിഷമോ ഒക്കെ ആയിട്ട് അവർ തിരികെ വരും എന്നാണ് ഒട്ടുമിക്ക ആളുകളും വിചാരിക്കുക. പക്ഷെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ നടക്കുക. അവൻ അല്ലെങ്കിൽ അവൾ കുറച്ചങ്ങോട്ട് വിഷമിക്കട്ടെ, ഇത് കണ്ടിട്ട് അവർ നന്നായിട്ട് സന്തോഷിക്കത്തേ ഉള്ളൂ.
അവർ കാരണമാണല്ലോ നിങ്ങൾ വിഷമിക്കുന്നത് എന്നോർത്തിട്ട്. അതുകൊണ്ട് ഒരിക്കലും കരയുന്നതോ അല്ലെങ്കിൽ വിഷമിക്കുന്നതോ ഒക്കെയുള്ള ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ കുറേ ആളുകൾക്ക് എന്താണെങ്കിലും ഒന്നല്ലെങ്കിൽ 2 ദിവസമൊക്കെ മിണ്ടാതിരിക്കാൻ വേണ്ടി പറ്റും. അത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കൺട്രോൾ അങ്ങ് പോയിട്ട് എന്താണെങ്കിലും അവരെ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. അല്ലാതെ പറ്റത്തില്ലാത്ത ഒരവസ്ഥയായിരിക്കും. നിങ്ങളിങ്ങനെ താഴ്ന്നു കൊടുക്കുമ്പോൾ വീണ്ടും ഇവരിത് റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. അവർ വീണ്ടും വിചാരിക്കുക, ഓ ഞാനില്ലാതെ അവനോ അല്ലെങ്കിൽ അവൾക്കോ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ എത്ര വഴക്കുണ്ടാക്കിയാലും അല്ലെങ്കിൽ എൻ്റെ വായിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് അവനെയോ അല്ലെങ്കിൽ അവളെയൊക്കെ പറഞ്ഞാലും അവരായിട്ട് എൻ്റെ പിറകെ വന്നോളും എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും അവർക്ക്. നിങ്ങൾ ഇതൊക്കെ ഫുള്ളായിട്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ഒരു വിഷമമൊക്കെ ഉണ്ടാവും. നോക്ക്, ഞാനില്ലെങ്കിലും അവൻ ഹാപ്പിയാണല്ലോ എന്നുള്ളൊരു ഫീല്. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക്, നിങ്ങളുടെ പെൺകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ആൺകുട്ടിക്കാണെങ്കിലും എന്താണെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഫോട്ടോസും സ്റ്റാറ്റസും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഉള്ളിൽ ഒരു കുശുമ്പും ഉണ്ടാവും. ഇനി ഞാൻ പോയി എന്നും വിചാരിച്ചിട്ട് അവൻ അല്ലെങ്കിൽ അവൾ അവരുമായിട്ട് റിലേഷൻഷിപ്പിലാകുമോ എന്നുള്ളൊരു പേടി. ഈ ഒരു പേടി ഉള്ളിൽ കിടക്കുകയും എങ്ങനെ പോയാലും 2 അല്ലെങ്കിൽ 3 ദിവസത്തിന് ഉള്ളിൽ അവർ തിരികെ വരാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആയതിനു ശേഷം ഇതിപ്പോൾ 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞു എങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ 3 ടിപ്സ് നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാത്ത പക്ഷം, അതായത് ഇപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 6 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ടിപ്സൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഇതുകൊണ്ട് വലിയ യൂസേജ് ഒന്നും ഉണ്ടാവണം എന്നില്ല. ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുള്ള ആദ്യത്തെ 1-2 ആഴ്ച ഈ ടൈമിന് ഉള്ളിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുകയാണ് എങ്കിൽ മാത്രമാണ് നിങ്ങളെ ഇട്ടിട്ട് പോയ ആ വ്യക്തികളെ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇതാ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.